മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രം ഇന്ന് റിലീസാവുകയാണല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഷോ എന്നെ കാണാമെന്ന് കരുതി 11 മണിക്കുള്ള ഷോയ്ക്ക് തന്നെ തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ നിന്നും ചിത്രം കണ്ടു. ചിത്രം കണ്ട് ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. ഞാൻ 2 പ്രതീക്ഷകളാണ് എനിക്ക് സിനിമയെക്കുറിച്ച് കാണാൻ പോകുമ്പോൾ ഉണ്ടായിരുന്നത്. ഒന്ന്, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിത്രമാണ് ഈ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രം. രണ്ടാമത്തെ കാര്യം, ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഗൗതം വാസുദേവ് മേനോൻ എന്ന ഒരു സംവിധായകനുമാണ്. അപ്പോൾ ഈ 2 കാരണങ്ങളാണ് ഞാൻ ഇന്ന് ഈ സിനിമ കാണാൻ പോകുന്നതിന് പിന്നിൽ ഉള്ളത്. ഈ ഗൗതം വാസുദേവ് മേനോൻ്റെ തമിഴ് ചിത്രങ്ങൾ ഒരുപാടെണ്ണം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൽ മിന്നലെ എന്ന ചിത്രം, കാക്ക എന്ന ചിത്രം, വാരണമായിരം എന്ന ചിത്രം, ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. കൂടുതലും ഒരു റൊമാൻസിനും ആക്ഷനും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ചിത്രങ്ങളാണ് കൂടുതലും ഗൗതം വാസുദേവ് മേനോൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത്. ഇടയ്ക്ക് ഗൗതം വാസുദേവ് മേനോൻ എന്നെ നോക്കി പായും തോട്ട എന്ന് പറഞ്ഞൊരു ചിത്രം എടുത്തു. അത് ധനുഷിനെ വെച്ചാണ് എടുത്തത്. ആ ചിത്രം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതുമില്ല. എന്തായാലും ഇത് ഗൗതം വാസുദേവ് മേനോൻ്റെ ആദ്യത്തെ കന്നി സംരംഭമാണ്, മലയാളത്തിൽ ആദ്യത്തെ സംവിധാന സംരംഭം. എന്തായാലും സിനിമ ഒരു ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഈ സിനിമയുടെ പേര് കേട്ടപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എന്ന് ആദ്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇത് കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് സിനിമ. അപ്പോൾ ആ സിനിമ നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മമ്മൂട്ടി ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി അതായത് ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഡിറ്റക്റ്റീവാണ്. മമ്മൂട്ടിയുടെ സഹായി എത്തുന്നതാണ് ഗോകുൽ സുരേഷ്. പിന്നീട് അങ്ങോട്ട് സംഭവബഹുലമായ സിനിമ അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു പേഴ്സിൽ തുടങ്ങുകയാണ്. ആ പേഴ്സിൻ്റെ ഉടമയെ അന്വേഷിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് അവിടെ തുടങ്ങുന്നത്. പക്ഷേ ഈ പേഴ്സിൻ്റെ ഉടമയെ അന്വേഷിച്ച് പോകുമ്പോൾ അത് മറ്റു മേഖലകളിലേക്കും പിന്നെ കഥ മറ്റൊരു തരത്തിലേക്കുമൊക്കെ തിരിയുകയും അതൊരു അന്വേഷണ കഥയായി മാറുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഈ ചിത്രത്തിലുള്ളത്. പിന്നെ ഈ ചിത്രത്തിലെ എല്ലാവരുടെയും പെർഫോമൻസ്, അത് മമ്മൂട്ടിയുടേതായിക്കോട്ടെ ഗോകുൽ സുരേഷിൻ്റെതായിക്കോട്ടെ, നായികയായി വന്നത് ഒരു പുതിയ ഒരു നടിയാണ്. നടിയുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, എല്ലാവരും ഒന്നിനൊന്നിന് മികച്ച്. വീണ്ടും എത്രയോ നാളിന് ശേഷം ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ഉള്ള ഒരു സിനിമയാണ് ഈ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രം. കാസ്റ്റിംഗ് കൊടുത്ത ഭാഗങ്ങൾ വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ ഡബ്രൂക്ക ശിവ എന്ന ഒരു വ്യക്തിയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ് നമുക്ക് സിനിമയ്ക്ക് അനുയോജ്യമായ തരത്തിൽ തന്നെയാണ്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്നെ നോക്കി പായും തോട്ട എന്ന ഗൗതം വാസുദേവ് മേനോൻ്റെ ചിത്രത്തിൽ ഇദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിരുന്നു. ഒരു ഡ്രമ്മറും പെർക്കഷനിസ്റ്റും ഒക്കെയാണ് ഈ ഡബ്രൂക്ക ശിവ. 1-2 പാട്ടുകളുണ്ട്. ഒരു ഫ്യൂഷൻ ടൈപ്പ് പാട്ടുണ്ട്, അത് കേട്ടിരിക്കാൻ ഒരു സുഖമുള്ളൊരു പാട്ടാണ്. എന്തായാലും സംവിധാന സംരംഭം ഗൗതം വാസുദേവ് മേനോൻ വളരെ ഗംഭീരമാക്കി എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ഈ മമ്മൂട്ടിയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ സിനിമയുടെ തുടക്കം തൊട്ട് തന്നെ ആളുകൾ വളരെ ജോളിയായിട്ടിരുന്ന സിനിമ ആണെന്ന ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും പാക്ഡ് ആയിട്ടുള്ള ഒരു തിയേറ്റർ തന്നെയായിരുന്നു, നിറച്ച ആളുണ്ടായിരുന്നു. അപ്പോൾ ഈ മമ്മൂട്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കോമഡികളൊക്കെ പറയുന്നുണ്ട്, ഗോകുൽ സുരേഷ് ഓരോ കോമഡികളൊക്കെ പറയുന്നു. അതൊക്കെ എൻജോയ് ചെയ്ത് തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നവർ സിനിമ രസിച്ചത്. പിന്നെ ഇൻ്റർവെല്ലിൽ ഒരു സസ്പെൻസിലാണ് കൊണ്ടുവന്ന് ഒരു സസ്പെൻസ് ഇട്ടാണ് ഇൻ്റർവെല്ലിൽ നിർത്തുന്നത്. അത് കഴിഞ്ഞ് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇൻ്റർവെല്ലിന് ശേഷം പറയുന്നതും വളരെ മനോഹരമായി തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് അവിടെ എന്ത് പിന്നെ സംഭവിച്ചു എന്നുള്ളത് ഇൻ്റർവെല്ലിന് ശേഷം സംവിധായകൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായി തോന്നി. സിനിമ ഉടനീളം മൂന്നാറിൻ്റെ പ്രകൃതി മനോഹാരിതയും ഒക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട് സിനിമയിൽ. ഗൗതം വാസുദേവ് മേനോൻ്റെ മലയാളത്തിലെ ആദ്യത്തെ സംരംഭം, അതും മമ്മൂട്ടി കമ്പനിയുമായി ചേർന്നുള്ള സംവിധാന സംരംഭം വളരെ സക്സസ്ഫുള്ളായി തീരും എന്ന് തന്നെ നമുക്ക് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാര്യം സിനിമ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ തമിഴ് സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കഥ പറയൽ രീതിയാണ് ഈ സിനിമയിൽ ഗൗതം വാസുദേവ് മേനോൻ അവലംബിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കന്നി സംരംഭം ഒരു വൻ സക്സസ്സായി തീരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും തിയേറ്ററിൽ ആൾ കൂടും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. കാര്യം ഇത് മലയാളികൾക്ക് കൂടുതൽ ഒരു അന്വേഷണമുള്ള ഒരു സിനിമ കാണാൻ വളരെ താല്പര്യം കാണിക്കാറുള്ളവരാണ് കേരളത്തിലുള്ള സിനിമാ പ്രേക്ഷകർ. അപ്പോൾ എന്തായാലും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രം ഒരു ഉജ്ജ്വല വിജയം കൈവരിക്കുന്ന മറ്റൊരു മമ്മൂക്ക ചിത്രമായി പരിണമിക്കും എന്ന് തന്നെ ഞാൻ കരുതുന്നു.